Assalamualaikum friends. ഇന്നത്തെ വീഡിയോ നെയ്പത്തൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് നമുക്ക് അരി നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം എന്നുള്ളൊരു ടൈം മാത്രമേ നമുക്ക് ഇതിന് എടുക്കുന്നുള്ളൂ ട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ തലേദിവസം രാത്രി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് 1 കപ്പ് പുഴുക്കലരിയാണ് എടുക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ മട്ടരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രി വെച്ചിട്ട് രാവിലെ നമ്മളിതൊന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി ചെറിയ ഉള്ളി, ചെറിയതാണ് അതുകൊണ്ട് തന്നെ 6 അല്ലി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകണ്ട. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചതച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഈ പെരിഞ്ജീരകമൊക്കെ പതുക്കെ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ കടിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മാവിൽ അരിയിൽ കൂടി അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് അരി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ അരി. അപ്പോൾ നമുക്കത് ഞാനിപ്പോൾ അത് ഈ അരിയിലേക്ക് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായി അരഞ്ഞെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ ഈ ഒരു 1/2 കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. അധികം വെള്ളം കൂടി പോകരുത്. അപ്പോൾ നമ്മൾ പൊടി ഇടുന്നത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ അരഞ്ഞതിലേക്ക് നമുക്ക് ഈ തേങ്ങ, ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരിയിലേക്ക് കൂടി തന്നെ തേങ്ങ അരച്ചെടുക്കണമെങ്കിൽ തേങ്ങയും ഉള്ളിയും ജീരകവും പെരിഞ്ജീരകവും കൂടി അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്തിട്ട് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒരു 1/2 കപ്പ് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുറച്ച് ലൂസായിട്ട് ഇരിക്കുമല്ലോ നമ്മൾ അരച്ചെടുക്കുമ്പോൾ, പിന്നെ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ അതൊന്ന് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടി നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതിൽ അരയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. എന്നാൽ എല്ലാ സൈഡിലേക്കും ഉപ്പ് നന്നായി പിടിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് തന്നെ പിടിച്ച് നോക്കുമ്പോൾ അറിയണം കറക്റ്റ് ഉരുട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാവും. അപ്പോൾ ഞാനിത് 1/2 കപ്പ് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഇതിങ്ങനെ നന്നായി കുഴച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്ന് നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒരേ ഉരുളകളാക്കി ഇതുപോലെ ചെറിയ ഉരുളകൾ എടുക്കുക. അത്ര വലിയ ചെറുതാവണ്ട കേട്ടോ. കുറച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം വ്യത്യാസപ്പെടുത്തി എടുക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് ചെറുതായി പരത്തിയിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, അത് ഏത് ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക്കിൻ്റെ ഏത് കവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ 2 സൈഡിൽ എണ്ണ തടവിയിട്ട് ഇതുപോലത്തെ ഒരു പരന്ന പാത്രം വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് പരന്ന് കിട്ടും. അപ്പോൾ ഒത്തിരി തിക്കിൽ വേണം നമ്മളിത് പരത്തി. ഭയങ്കര തിന്നായി പോകരുത്. ഭയങ്കര തിന്നായാലും ഇത് പൊള്ളച്ച് വരില്ല, ശരിക്കും പൊള്ളച്ച് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്കിൽ വേണത് എടുക്കാൻ കേട്ടോ. നല്ല എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോട് കൂടിയിട്ടുള്ള എണ്ണയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇത് പൊള്ളച്ച് വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണോടി കാണിക്കാം. ഇതുപോലെ പതുക്കെ കയ്യിൽ വെച്ചൊന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് എണ്ണ തടവിയ ഷീറ്റിലേക്ക് വെച്ച് ഇതുപോലെ ഒരു പരന്ന പാത്രം വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കോടിട്ട് വല്ലാണ്ട് തിന്നായിട്ട് പോവാത്ത രീതിയിൽ കുറച്ച് തിക്കിൽ കണ്ട ഇതേപോലെ കുറച്ച് തിക്കിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഓരോന്നും പൊരിച്ച് കോരുന്നതനുസരിച്ച് അടുത്തടുത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ചൂടുള്ള എണ്ണയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് നേരം വെക്കണം. നമ്മൾ പൂരി പോലെ പെട്ടെന്ന് പൊരിച്ച് കോരാൻ പറ്റില്ല, കുറച്ച് നേരം ഒന്ന് വെക്കണം. എന്നാലും അടിഭാഗം ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് പൊള്ളച്ച് വന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കുറച്ച് ഈ ഒരു കളറിലാക്കി എടുക്കാം.
അപ്പോഴും നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ബീഫ് റോസ്റ്റ്, ചിക്കൻ മുളകിട്ടത് അങ്ങനെയുള്ള കറികളുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.